ഇരിട്ടി ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും വിപുലമായ ചടങ്ങുകളോടെ നടത്തി. സ്നേഹത്തോടെ നയിക്കുക, പുഞ്ചിരിയോടെ സേവിക്കുക എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പുതിയ പ്രവർത്തന വർഷത്തിന് തുടക്കമിട്ടത്. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് യോഗം ഔദ്യോഗികമായി ആരംഭിച്ചു. ജോഷുവ സുനിൽ പതാക വന്ദനവും തുടർന്ന് ലോകസമാധാനത്തിനായുള്ള മൗനപ്രാർത്ഥനയും നിർവഹിച്ചു. ലയൺ അർച്ചന റെജി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും സ്വാഗതം പറയുകയും ചെയ്തു. തുടർന്ന് ലയൺ ജോളി അഗസ്റ്റിൻ MJF കഴിഞ്ഞ പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിലെ മുഖ്യാതിഥിയെ ലയൺ ജോസ് KJ MJF സദസ്സിന് പരിചയപ്പെടുത്തി. തുടർന്ന് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കും പുതിയ അംഗങ്ങളെ ക്ലബിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങിനും ലയൺ അഡ്വക്കേറ്റ് AV വാമൻകുമാർ PMJF നേതൃത്വം നൽകി. ഞാൻ സുനിലിന് അയച്ചു കൊടുത്ത ഒരു ബ്രീഫ് ഇംഗ്ലീഷ് വേർഡല്ല, മനോഹരമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അതിൻ്റെ സാരാംശവും അതിൻ്റെ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ അതിഗംഭീരമായി മലയാളത്തിൽ തന്നെ സദസ്സിന് പരിചയപ്പെടുത്തിയ ലയൺ ജോസ് MJF കയ്യടി കൊടുക്കണം. സാധാരണ നമ്മൾ പോയാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡയറക്റ്റ് തന്നെ ചെയ്തെടുക്കുന്ന ഒരു കടലാസം കൊണ്ടൊരു കസർത്താണ്. പിന്നെ അതിലൊരു ആത്മാംശം ഉണ്ടാവില്ല പലപ്പോഴും പരിചയപ്പെടുത്തല്ലേ. ആർക്കോ വേണ്ടി ഒരു ചടങ്ങിന് വഴിപാടിന് വേണ്ടി പരിചയപ്പെടുത്ത പോലെ. പക്ഷേ ജോസഫ് തന്നെ പരിചയപ്പെടുത്തിയെങ്കിൽ അതിലൊരു ഹൃദയത്തിന്റെ ഒരു കയ്യൊപ്പുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ സന്തോഷം. ഇരിട്ടി ലയൺസ് ക്ലബ്, ഇരിട്ടി എന്തെല്ലാം പറഞ്ഞാൽ ഇരിട്ടി ലയൺസ് കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കറിയുന്നത് നിങ്ങളുടെ മെന്റർ ഞങ്ങളുടെ മുമ്പിൽ ഒരു നേതാവ് തോമസ്. അപ്പോൾ ഈ ക്ലബിൽ ഞാൻ ലയൺസിലുണ്ടെങ്കിൽ പോലും മുമ്പ് ലയൺസിൽ ഡിസ്ട്രിക്റ്റിലുള്ളവരാണെങ്കിലും എനിക്ക് വരാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ അവസരം ഒത്തു വന്നത് തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ 27 വർഷക്കാലമായി എനിക്ക് വളരെ അടുത്ത പരിചയവും ബന്ധവും ഞാനൊരു അനുജനെ പോലെ കരുതുന്ന പ്രിയപ്പെട്ട സുനിൽ മറ്റൊരു സംഘടനയിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ലയൺസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി ലയൺ VG സുനിൽകുമാർ, സെക്രട്ടറിയായി ലയൺ ബിജോയ് AM എന്നിവർ ചുമതലയേറ്റു. തുടർന്ന് പുതിയ കാരുണ്യ വർഷത്തെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ അഡ്വക്കേറ്റ് ഡെന്നീസ് തോമസ് MJF നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് 26 വർഷമായി സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഇരിട്ടിയിലെ ആദ്യ വനിതാ ഓട്ടോ ഡ്രൈവർ ലിസി തങ്കച്ചനെ ആദരിച്ചു. ലിസിയുടെ ജീവിതയാത്ര ഏജനെറ്റ് ചാനലിലൂടെയാണ് പുറം ലോകമറിഞ്ഞത്. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ലയൺ സുരേഷ് ബാബു MJF, ജോസഫ് സ്കറിയ MJF, ലയൺ ജോസ് TDP MJF, ലയൺ വിജേഷ് O MJF, ലയൺ രവീന്ദ്രൻ TP MJF, ലയൺ റെജി തോമസ് MJF തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സെക്രട്ടറി ലയൺ ബിജോയ് AM ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ഔദ്യോഗിക യോഗം സമാപിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലയൺ KT അനൂപ് MJF ചടങ്ങുകളുടെ മാസ്റ്റർ ഓഫ് സെറിമണിയായും ലയൺ ലിബിൻ ജോസ് പ്രോഗ്രാം ഡയറക്ടറായും പ്രവർത്തിച്ചു.